ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്റ്റൈൽ പച്ചമോരിന്റെ റെസിപ്പി ആയിട്ടാണ്. സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ലാസ്റ്റ് വിളമ്പുന്ന രസവും മോരും ഒക്കെ. സദ്യക്കറികളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് പച്ചമോരാണ്. സദ്യക്ക് മാത്രമല്ല, ചൂടുകാലത്ത് ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളകും 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി 2 തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് ഇടികല്ലിലിട്ടിട്ടോ അമ്മിക്കല്ലിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇടികല്ലോ അമ്മിക്കല്ലോ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പസ് ബട്ടൺ അമർത്തിയിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇടികല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളമില്ലാത്ത തൈരാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉള്ളതാണെങ്കിൽ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ അടിച്ചെടുത്തിട്ട് നോക്കുക, വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടിയ തൈരാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇനി വെള്ളം ചേർക്കേണ്ടി വരില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മോര് കലക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഒരു മോരിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഉള്ളി കൂടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ സദ്യക്കുള്ള മോരിൽ ചെറിയ ഉള്ളി ചേർക്കാറില്ല. സാധാരണ നമ്മൾ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പച്ചമോരിൽ ചെറിയ ഉള്ളി 1 കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. സദ്യക്കാവുമ്പോൾ നമ്മൾ ചോറിൽ കയ്യിലാണ് ഒഴിക്കാറ്. അപ്പോൾ സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മോര്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സദ്യക്ക് മാത്രമല്ല, ചൂടുകാലത്ത് കഴിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ചോറിനൊരു കറി വയ്ക്കാനും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.